നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടത് വലത് പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു രാഹുൽ ഗാന്ധി. കാര്യമായൊന്നും കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യ സഖ്യം കുറച്ചൊക്കെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തി. രാഹുൽ ഗാന്ധിക്ക് പണ്ട് പപ്പുമോൻ എന്ന ഇമേജ് എല്ലാവരും ചാർത്തി കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി എന്നൊക്കെ ജനങ്ങൾ വിചാരിച്ചു തുടങ്ങി. വീണ്ടും മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവനയാണ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആ പ്രസ്താവനയിൽ ഒന്നുമില്ല എന്നും ആ പറഞ്ഞത് മുഴുവൻ അബദ്ധമാണെന്നും ഇപ്പോൾ കണക്കുകൾ തെളിയിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒരു പുതിയ ഐറ്റവുമായാണ് ഇറങ്ങിയത്. BJPയുടെ ഓഹരി കുംഭകോണം, അതായത് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറിയെന്നും അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകർന്നുവെന്നും അതുമൂലം കോടിക്കണക്കിന് നിക്ഷേപകർക്ക് പണം നഷ്ടമായി എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പുതിയ കണ്ടുപിടുത്തവും ആരോപണവും. BJPയുടെ ഓഹരി കുംഭകോണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതായത് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറി, അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകർന്നു. അതുമൂലമുണ്ടായ നഷ്ടം നിക്ഷേപകർക്ക് ഉണ്ടായി. ആ പണം BJP ഏതോ കുംഭകോണം നടത്തിയെന്നൊക്കെയാണ് രാഹുൽ ആരോപിച്ചത്. ഇങ്ങനെ എപ്പോഴും വിവരമില്ലാത്ത പ്രസ്താവനകളുമായി സ്വയം അപഹാസ്യനാകുന്ന ഒരു രാഷ്ട്രീയക്കാരനെ നാം ഒരിക്കലും കണ്ടിട്ടില്ല. ഇനി എന്താണ് ഇതിന്റെ വസ്തുതകളെന്ന് നോക്കാം. എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമുള്ള പ്രവൃത്തി ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറുകയായിരുന്നു. നിഫ്റ്റി 23,307 വരെ എത്തി. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകരുകയും നിഫ്റ്റി സൂചിക 21,300 വരെ താഴുകയും ചെയ്തു. എന്നാൽ പിന്നീട് നിഫ്റ്റി 22,930 ക്ലോസ് ചെയ്തു. അതായത് 2 ദിവസം കൊണ്ട് മാർക്കറ്റ് വീണ്ടും ശക്തി പ്രാപിച്ച് തിരികെ എത്തി. എന്തുകൊണ്ടാണിതെന്നല്ലേ? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിറ്റ് പോൾ വന്നപ്പോൾ കുതിച്ചതും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം തകർന്നടിഞ്ഞതുമെന്ന് ചിന്തിക്കാനുള്ള തലച്ചോറ് രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി എന്നതാണ് സത്യം. BJP ഭരണം വീണ്ടും വരും എന്ന എക്സിറ്റ് പോൾ ഫലം നിക്ഷേപകർക്ക് ആവേശം നൽകുകയായിരുന്നു. ഇന്ത്യ വീണ്ടും സാമ്പത്തിക രംഗത്ത് കുതിക്കുമെന്നും ഇന്ത്യയിൽ വൻകിട നിക്ഷേപങ്ങൾ അടുത്ത 5 വർഷം വരും, ഇന്ത്യൻ എക്കോണമി അടുത്ത 3 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഇന്ത്യയിലെയും അതുപോലെ തന്നെ വിദേശത്തെയും കോടിക്കണക്കിന് നിക്ഷേപകർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ അഴിമതിക്കാരും മതതീവ്രവാദികളും അതുപോലെ തന്നെ അടങ്ങുന്ന എല്ലാ തരം ഉടായ്പുകാരും അടങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി ഭരണം പിടിക്കും എന്ന് വിപണി ഇടയ്ക്ക് വെച്ചൊന്ന് സംശയം ജനിപ്പിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം പിന്നെയും തകർന്ന് തരിപ്പണമാകുമെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ടാണ് നിക്ഷേപകർ പരിഭ്രാന്തരായി സ്റ്റോക്കുകൾ വിൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നു. നിക്ഷേപകർക്ക് ആശ്വാസമായി. BJP സർക്കാർ തന്നെ വരുമെന്ന് വന്നതോടെ ഇന്ത്യ മുന്നണി ഭരിക്കില്ല എന്നും വന്നതോടെ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപകർ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ വീണ്ടും ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന അവസ്ഥ വന്നാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും തകർന്നടിയുമെന്ന് എല്ലാവർക്കും അറിയാം. നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിയുക തന്നെ ചെയ്യും. വിദേശ നിക്ഷേപമടക്കം ഇന്ത്യയിൽ ഇല്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പകുതിയായപ്പോൾ തന്നെ ഇന്ത്യയിലെ വ്യാപാരി സമൂഹം വലിയ ആശങ്കയിൽ തന്നെ ആയിരുന്നു. എന്തുകൊണ്ടാണ് BJP ഭരണത്തിൽ ഇന്ത്യയിൽ വൻകിട നിക്ഷേപം ഉണ്ടാകുന്നു, സ്റ്റോക്ക് മാർക്കറ്റുകൾ വൻ കുതിപ്പ് നടത്തുന്നു, സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുന്നുവെന്നും കോൺഗ്രസ് ഭരണത്തിൽ ഇവയെല്ലാം തകരുന്നുവെന്നും കോൺഗ്രസ് ഭരണം വരുന്നുവെന്ന് കേട്ടാൽ തന്നെ നിക്ഷേപകർ ജീവനും കൊണ്ടോടി രക്ഷപ്പെടുന്നുവെന്നും ആലോചിക്കാനുള്ള തലച്ചോറ് പോലും ഇല്ലാത്തയാളാണ് രാഹുൽ ഗാന്ധി. സ്വയം ട്രോൾ ചെയ്യുക, അതുപോലെ ഒരു അവസ്ഥയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഉണ്ടായത്. അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കാമായിരുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും കൂട്ടരുമൊക്കെ ആരായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കുമെന്ന് കണ്ടാൽ ഇന്ത്യയുടെ വിപണി തകർന്നു വീഴും. ഒരു അരക്ഷിതാവസ്ഥ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ രൂപപ്പെടും. ആ തകർച്ച തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ദിവസം കണ്ടത്. രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ഭയം പോയതോടെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും കുതിക്കുകയാണ്. എന്നാൽ ഇത് വലിയ കുംഭകോണമാണ് എന്ന ആക്ഷേപമുയർത്തി വരുമ്പോൾ സ്വയം അപഹാസ്യനാകുകയാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.